എല്ലാ വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടിലേക്ക് സ്വാഗതം. ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മളോട് ചോദിച്ചൊരു സംശയമാണ്, കേരള യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷം ഇനി അലോട്ട്മെന്റ് ഇല്ലേ? പല വിദ്യാർത്ഥികളും ചോദിച്ചാലും കാര്യമുണ്ട്. കാരണം നമ്മൾ അഡ്മിഷൻ ഷെഡ്യൂൾ നോക്കുമ്പം ഇവിടെ സെക്കൻഡ് അലോട്ട്മെന്റ് വരെയാണ് കാണുന്നത്. സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷം 29-ാം തീയതി വരെ കോളേജ് ജോയിനിങ്, അത് ചൊവ്വാഴ്ച വരെ കോളേജ് ജോയിനിങ്, തിങ്കളാഴ്ച വരെ കോളേജ് ജോയിനിങ്, 29 തിങ്കളാഴ്ച വരെ കോളേജ് ജോയിനിങ് ശേഷം ക്ലാസ്സുകൾ തുടങ്ങും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. എന്നാൽ ഇവിടെ തേർഡ് അലോട്ട്മെന്റിനെ കുറിച്ച് പറയുന്നില്ല. അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചതാണ്, ഇനി അലോട്ട്മെന്റ് ഇല്ലേ എന്ന്. അലോട്ട്മെന്റ് ഉണ്ട്, പേടിക്കണ്ട. കാരണം നിങ്ങൾ ഈ അഡ്മിഷൻ ഷെഡ്യൂളിൻ്റെ ഏറ്റവും അടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, എന്താണ് രജിസ്ട്രേഷൻ ഫോർ ഫേ കാൻഡിഡേറ്റ്സ്, കമ്മ്യൂണിറ്റി കോട്ട രജിസ്ട്രേഷൻ, പ്രൊഫൈൽ എഡിറ്റിംഗ്. ജൂൺ 2 മുതൽ 10 വരെ. ഇവിടെ പറയുന്ന കാര്യം ഇതാണ്, അത് സേ എക്സാം എഴുതി വരുന്നവർക്ക്, ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്തവർക്ക്, നിലവിൽ അപേക്ഷ സമർപ്പിച്ചിട്ട് അലോട്ട്മെൻറ്റ് കിട്ടാത്തവർ എന്നിവർക്കെല്ലാം ജൂൺ 2 മുതൽ 7 വരെയുള്ള അവസരം, ജൂൺ 2 മുതൽ 10 വരെ അവസരം ഉണ്ടായിരിക്കും. രജിസ്ട്രേഷൻ ഫോർ ഫേ കാൻഡിഡേറ്റ്, ഫേ ഇപ്പോൾ സപ്ലി എഴുതി വരുന്നവർക്ക് മാത്രമല്ല, ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റാത്തവർക്ക് ഇവിടെ അപേക്ഷിക്കാം. അപേക്ഷ സമർപ്പിച്ചിട്ട് അലോട്ട്മെൻറ്റ് കിട്ടാത്തവർക്ക് പ്രൊഫൈൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കും എന്നിങ്ങനെയുള്ള പല ഓപ്ഷനുകളും ഇനി ലഭ്യമാണ്. ഈ രജിസ്ട്രേഷൻ കഴിഞ്ഞാലും ഇനി സ്പോട്ട് അഡ്മിഷനും മറ്റ് കാര്യങ്ങളുണ്ട്. ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചുകൊണ്ടാണ് പറഞ്ഞത്, സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം അഡ്മിഷൻ അവസാനിച്ചോ എന്ന് ചോദിച്ചായിരുന്നു. ഇല്ല, അഡ്മിഷൻ പ്രൊസീജിയർ ഇനിയും മുന്നോട്ട് പോകും. അപ്പോൾ പുതിയ കാണുന്നതിന് വേണ്ടി മിസ്കർ ദ ഫോൺ സബ്സ്ക്രൈബ് ഫോർ ദ എനിത്തിങ് ഫോർ വാച്ചിങ്. ബൈ.